നമസ്കാരം. ഞാൻ ഇതിനു മുമ്പേ 2 വീഡിയോ ചെയ്തിരുന്നു. കണ്ടവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരിൽ നിന്നും 1947 കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചായിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്നത്. അപ്പൊ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 രീതിയിലായിരിക്കണം ആ വ്യക്തിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം. ഒന്ന് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യം. 2 ഫിസിക്കൽ ഫ്രീഡം അഥവാ ശാരീരിക ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം. 3 സ്പിരിച്വൽ ഫ്രീഡം, അതായത് ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം. അപ്പോൾ ഈ 3 വിധത്തിലാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ഉറപ്പായിട്ടുണ്ടായിരിക്കേണ്ടത്. ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന സേവനമായിക്കൊള്ളട്ടെ, വസ്തുവായിക്കൊള്ളട്ടെ, അത് താൻ നിശ്ചയിക്കുന്ന സമയത്ത് അത് സ്വായത്തമാക്കാനുള്ള പണം തന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ഫിസിക്കൽ ഫ്രീഡം അഥവാ ശാരീരിക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്ന വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം ഇത് അവന് ഉണ്ടായിരിക്കുക. വസ്ത്രമാണെങ്കിൽ നല്ല വസ്ത്രം, പാർപ്പിടമാണെങ്കിൽ വാസയോഗ്യമായിരിക്കുന്ന പാർപ്പിടം ഇതുണ്ടായിരിക്കുക. സ്പിരിച്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഈശ്വരനെ ഭജിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനും സേവിക്കുവാനും നമസ്കരിക്കുവാനും തനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വേർതിരിക്കപ്പെട്ടതായിരുന്ന അവസ്ഥ ഉണ്ടാകാതെ മനസ്സിന് നല്ല സന്തോഷത്തോടുകൂടി ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ ഒന്നും വിവേചനമില്ലാതെ അവൻ ആരാധിക്കാനുള്ളതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഇതാണ് സ്പിരിച്വൽ ഫ്രീഡം അല്ലെങ്കിൽ ആത്മീക സ്വാതന്ത്ര്യം. അപ്പോൾ ഈ 3 വിധത്തിൽ ഞാൻ പറയുമ്പോൾ ഈ 3 വിധത്തിലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ലഭിക്കാത്തതായിരിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനത ഉണ്ട്. ആ ജനതയെ ദളിതരെന്ന് പറയാറുണ്ട്, ഹരിജനങ്ങൾ എന്ന് പറയാറുണ്ട്, പട്ടികജാതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ 3 വിധത്തിലുള്ളതായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു ജനതയുണ്ട്. ആ ജനതയാണ് ദളിതര്. അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഇനി വരും നാളിലെങ്കിലും ഉണ്ടാകും എന്നുള്ളതായിരുന്നു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാനത് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.